വായനയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഞാൻ ഇന്ന് ഒരു പുതിയ പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഒട്ടുമിക്ക ആളുകളും വായിച്ച് കാണണം, എന്നാലും വായിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ പുസ്തകമാണ് ബ്രണ്ണൻ കോളേജിലെ അധ്യാപികയായ ജിസ ജോസ് എന്ന ജിസ ടീച്ചർ എഴുതിയ അവരുടെ ആദ്യത്തെ നോവലായ മുദ്രിത. ഇപ്പോൾ വായനയിലൂടെ നാം അനുഭവിച്ചറിയേണ്ട ഒരു വായനാസുഖമുണ്ട്. ഞാൻ ആരുടെയും ആ ഒരു വായനാസുഖത്തെ ഇവിടെ ഹനിക്കുന്നില്ല, കാരണം ഞാൻ ഈ കഥയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഈ കഥയെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കാലഘട്ടത്തിൽ എന്തോ ഒരുപാട് കൃതികൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഈ ഒരു കഥാകാരിയെക്കുറിച്ചോ ഇവരുടെ കഥകളെക്കുറിച്ചോ അധികം ആരും ചർച്ച ചെയ്ത് കാണുന്നില്ല. വിശ്വവിഖ്യാതമായ സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറഞ്ഞൊരു ഡ്രാമയുണ്ട്. ഏകദേശം അതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ, അതിൻ്റെ ആ ഒരു ഇൻ്റലക്ച്വൽ പാറ്റേൺ പിന്തുടരുന്നില്ല എങ്കിൽ പോലും വായനക്കാരെ ഒരു നിമിഷത്തേക്കെങ്കിലും ഒരു ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഈ കഥയും ഈ കഥയുടെ ഓരോ കഥാസന്ദർഭങ്ങളും മുന്നോട്ട് പോകുന്നത്. ഈ കഥയിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു ചോദ്യം, ആരാണ് ഈ മുദ്രിത, അല്ലെങ്കിൽ എന്താണ് ഈ മുദ്രിത? ഒറ്റവാക്കിൽ പറഞ്ഞാൽ മുദ്രിത അറിയപ്പെടാത്തവൾ അല്ലെങ്കിൽ കാണാതായവൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു വാക്കിൽ ഉണ്ട് മുദ്രിത എന്താണെന്നുള്ളതിൻ്റെത്. അപ്പോൾ ഈ മുദ്രിത ആരാണ്, അല്ലെങ്കിൽ മുദ്രിതയെ പറ്റിയുള്ള ഒരു അന്വേഷണത്തിന് പിന്നാലെ പോകുന്നതിനിടയിൽ ഇതിൽ വിരിയുന്ന കുറേ മുഹൂർത്തങ്ങളാണ് ഈ കഥയുടെ സാരാംശം. ഇതിൽ മുദ്രിതയെ കൂടാതെ ഒരു 9 പെണ്ണുങ്ങൾ, വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന 9 പെണ്ണുങ്ങൾ. അതിൽ തയ്യൽക്കാരിയുണ്ട്, കന്യാസ്ത്രീയുണ്ട്, ടീച്ചറുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന 10ഓളം പെൺകുട്ടികളെ അല്ലെങ്കിൽ 10ഓളം സ്ത്രീകളെ അണിനിരത്തി ഒരു യാത്ര പോകുന്നു. ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത് അനിരുദ്ധൻ എന്ന് പറഞ്ഞ ഒരു ട്രാവൽ ഏജൻ്റാണ്. അതും പതിവിന് വിപരീതമായി സാധാരണ ആളുകൾ സെലക്ട് ചെയ്യാത്ത രീതിയിലുള്ള മാർഗത്തിലൂടെ, അതൊരു ട്രെയിൻ മാർഗത്തിലൂടെയാണ് ഇവർ യാത്ര പോകുന്നത്. അതും അധികമാരും ശ്രദ്ധിക്കാത്ത ഒറീസ പോലുള്ള ഒരു വരണ്ട ഭൂമിയിലേക്ക്. അവിടെ വരണ്ട ചില നദികളുടെ കഥകളിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോയി നമ്മൾക്കൊരു നിമിഷം എന്താ പറയുക, നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ എഴുത്തുകാരിക്ക് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ എഴുത്തുകാരിയുടെ ആ ഒരു എഴുത്തിൻ്റെ അച്ചടക്കം വളരെയധികം ശ്രദ്ധയോടുകൂടി, വളരെയധികം ഒരു എന്താ പറയുക, വേറെ തലത്തിലേക്കൊക്കെ എത്തുന്ന തരത്തിലുള്ളൊരു മനോഹരമായ എഴുത്ത്. ജിസ ടീച്ചറിൻ്റെ ആ ഒരു എഴുത്തിൻ്റെ പാടവം എടുത്തു പറയാതെ വയ്യ. ഒരു വായനക്കാരനെന്ന നിലയിൽ MTയും പത്മരാജനും മാധവിക്കുട്ടിയും ഒക്കെ മാത്രം അടക്കി ഭരിച്ചിരുന്ന എൻ്റെ ഒരു വായനാ ലോകത്തേക്ക് ഏതോ ഒരു സുഹൃത്ത് വഴി സജസ്റ്റ് ചെയ്യപ്പെട്ട് കടന്നു വന്ന ഒരു എഴുത്തുകാരിയാണ് ജിസ ജോസ്. പക്ഷേ ഇവരുടെ കൃതികൾ ഓരോന്ന് വായിച്ച് തുടങ്ങിയപ്പോൾ, ഞാനിപ്പോൾ ഇവരുടെ ഏകദേശം 2-3 കൃതികൾ ഇപ്പോൾ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ ചെറുകഥയിലായാലും നോവലിലായാലും ഇവർ പരാമർശിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങൾ പലപ്പോഴും എൻ്റേതായ വ്യക്തിപരമായ പല അനുഭവങ്ങൾ, അതിപ്പോൾ ബാല്യ കൗമാര യൗവനങ്ങളിലൊക്കെ എൻ്റേതായ പല അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ വെച്ച് ഒപ്പിച്ച് നോക്കുമ്പോൾ വളരെയധികം ഈ അനുഭവങ്ങളോട് സാമ്യമുണ്ട്. ആയതിനാൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരുടെ ലിസ്റ്റിൽ ഇന്ന് ഞാൻ പറയുമ്പോൾ ജിസ ജോസ് എന്ന് പറഞ്ഞ എഴുത്തുകാരിയെ പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ മലയാള സാഹിത്യത്തിന് ലളിതാംബിക അന്തർജനത്തിൽ തുടങ്ങി പിന്നോട്ട് ഇങ്ങോട്ട് ഓരോ തലമുറകൾ കവർ ചെയ്യുമ്പോൾ മാധവിക്കുട്ടി, സാറാ ജോസഫ്, വത്സല, അങ്ങനെ ഒരുപാട് എഴുത്തുകാരികളുണ്ട്. സമീപകാലത്ത് അതുപോലെ ചർച്ച ചെയ്യപ്പെട്ട ഒരു എഴുത്തുകാരി എന്ന് പറയുന്നത് KR മീരയാണ്. ശരിക്കും ആ ഒരു അവരുടെയൊക്കെ ഒരു ലെവലിലേക്ക് നമുക്ക് കാണിക്കാവുന്ന, അല്ലെങ്കിൽ അവരുടെ ലെവലിലേക്ക് തൻ്റെ എഴുത്തുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി ആ ഒരു ലെവലിന് മുകളിലോട്ട് എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു എഴുത്തുകാരിയാണ് ജിസ ജോസ് എന്ന ജിസ ടീച്ചർ. അതിന് ഉത്തമ ഉദാഹരണമാണ് അവരുടെ മുദ്രിത എന്ന് പറഞ്ഞ ഈ കൃതി. മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളിലെ കാമനകളെയും സാഫല്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ വളരെ നല്ല രീതിയിൽ ഇതിലെ ഓരോ കഥാപാത്രങ്ങളിലൂടെ, അതായത് ഈ 9 കഥാപാത്രങ്ങൾക്കും അവർക്ക് പുറമേ വരുന്ന ഒരു പുരുഷ കഥാപാത്രമുണ്ട് അനിരുദ്ധൻ.
ഈ അനിരുദ്ധൻ എന്ന കഥാപാത്രത്തിലൂടെയും പിന്നെ അതുകൂടാണ്ട് വനിത എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസറുണ്ട്. ഈ മുദ്രിത എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് ഈ വനിത. ഈ വനിത എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥയിലൂടെയൊക്കെ അവരുടെ അനുഭവങ്ങളിലൂടെയൊക്കെ വരച്ചു വയ്ക്കുന്നത് നാം ഓരോരുത്തരും നമ്മുടെ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ്. നോവൽ വായിച്ച് നമ്മൾ ഈ നോവലിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ഇതിലെ ഓരോ കഥാപാത്രങ്ങളെ പോലെ തന്നെ വായനക്കാരൻ്റെ മുന്നിലും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്: മുദ്രിത എവിടെയാണ്? അപ്പോൾ ഈ മുദ്രിത എവിടെയാണെന്നുള്ള ചോദ്യത്തിന് അവസാനം ഈ വനിത എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറുടെ ഒരു വാചകമുണ്ട്: ഒന്നുമില്ലാത്തിടത്തു നിന്ന് ഞാൻ അവളെ എങ്ങനെ കണ്ടെത്തും? കാര്യം ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായ അല്ലെങ്കിൽ ഉത്തരമില്ലാത്തൊരു പ്രഹേളിക പോലെ മുദ്രിത അവസാനം മാറ്റപ്പെടുകയാണ്. പക്ഷേ മുദ്രിത എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ മുദ്രിത എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നാം നോവൽ വായന അവസാനിപ്പിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു വിങ്ങൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു എന്താ പറയുക, മനസ്സിൽ ഒരു നിമിഷത്തേക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് നേരത്തേക്ക് ചില അവശേഷിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ വായനയെ സീരിയസ് ആയിട്ടൊക്കെ കാണുന്ന ഒരു പറ്റം സമൂഹത്തിന് മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ ഒരു നല്ല വായനാനുഭവത്തിലൂടെ കിട്ടിയ ഒരു മണിമുത്തിനെ ഞാൻ സമർപ്പിക്കുകയാണ്, ശ്രീമതി ജിസ ടീച്ചറുടെ ഈ മുദ്രിത. അപ്പോൾ എല്ലാവരും ഈ പുസ്തകം വായിക്കുക, വായിച്ച് ആ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സഞ്ചാരപഥത്തിലേക്ക് നടന്നെടുത്ത് എന്താണ് മുദ്രിത എന്ന് അനുഭവിച്ചറിയുക.